കണ്ടിട്ടാണോ ഇവര് നമ്മളെ വേണ്ടാണ്ട് പോകുന്നത്? അതല്ലേ അച്ഛനാണ് കണ്ടെന്ന് പറഞ്ഞ അച്ഛൻ എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഒരു സ്ഥലത്ത് 2 കിണർ അടുത്തടുത്തുണ്ടായിരുന്നു. ഒരു കിണറ്റില് 10 ചാക്ക് പഞ്ചസാര ഉണ്ട്, രണ്ടാമത്തെ കിണറ്റില് 20 ചാക്കും. അപ്പൊ ഏത് കിണറ്റിലാണ് മധുരം കൂടുതൽ? ആദ്യത്തെ ഇതില് 10 ചാക്ക് പഞ്ചസാര ഇട്ട്, മറ്റേല് 20 ചാക്ക് മാത്രല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ കിണറ്റിൽ തന്നെ മധുരം കൂടുതൽ. Oh my God, കണ്ടുപിടിച്ചു കളഞ്ഞു. അപ്പം ഞങ്ങൾ യാത്ര ഇവിടെ ആരംഭിച്ചിട്ടാ. അപ്പോൾ എങ്ങോട്ടാണ് എന്തിനാണെന്നൊക്കെ എല്ലാവരും എന്തായാലും വ്ളോഗ് ഫോറിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കാറിൽ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിൽ നിന്നൊരു ടീമൊക്കെ ഹായ് എല്ലാം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നും പറയണ്ടല്ലോ, പാട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് പോവുക കേട്ടോ. ഇങ്ങനത്തെ വണ്ടി ഓടിക്കുന്നില്ലേ? ദൈവമേ, എന്താണ് വണ്ടി കൈവിട്ടിരിക്കുന്നത്? അപ്പൊ ഇപ്പൊ നിനക്കിന് ഒരു അരമണിക്കൂർ ഇരുന്ന് ഉറങ്ങാം. ഒന്ന് ഉറങ്ങി ഇന്ദ്രി ഉറങ്ങട്ടെ. അപ്പൊ ഓട്ടോമാറ്റിക് പോയൊക്കെയാണ് പാട്ട് വെക്കാൻ മുട്ടിയിട്ടുള്ള ഒരു ഞാൻ ഇന്നലെ ഡാൻസ് എല്ലാ ഡാൻസിനല്ലേ ഞാൻ ഇങ്ങനെ പണിയെടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് ഒരു പാട്ട് കേൾക്കാൻ ഭയങ്കരമായിട്ട് തോന്നി. ഞാൻ വെക്കണം എന്ന് വിചാരിച്ചിട്ട് പോയി മറന്നുപോയി. അത് നമ്മ അന്നേരം ആലോചിച്ച് വെക്കണം അല്ലേ ഓരോ പാട്ടുകള്. സുഖം തന്നെയല്ലേ? അച്ഛനെ പേടിണ്ടാ? നിങ്ങൾ കൈവിട്ട് ഓടിക്കണോണ്ട് അച്ഛനോടെ പേടിച്ച് വിറച്ചിരിക്കണതാ നെഞ്ഞലിടിക്കുന്ന അച്ഛൻ്റെ. അങ്ങനെ ഇറങ്ങി നോക്കുന്നു ഇതാണെന്ന് വണ്ടി ഭ്രാന്തന്മാര്. അമ്മക്ക് പേടിയുണ്ടമ്മേ? വണ്ടി പേടിയില്ല. വണ്ടി ഓടിക്കുന്നില്ലേ? വണ്ടി ഒറ്റക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. ഒരു തേരിറങ്ങി വന്ന രാജകന്യയോ കന്യയോ നിന്നെയല്ല, ഞാനൊരു പാട്ട് പാടിയതാണ്. ഇങ്ങനത്തെ സിസ്റ്റം നമുക്ക് ഓടിച്ചാ പോരെ അല്ലേ? ഒന്ന് അവര് തൊടാൻ പറയും, മസ്റ്റി തൊട്ടാ പോരെ? ഞങ്ങൾ ഓടിക്കാം, ഞങ്ങൾക്ക് ഓടിക്കാല്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാത്രം ഇരിക്കണം വണ്ടിയില്. അമ്മനെ എന്തായാലും ഞങ്ങൾ പിടിച്ചിരുത്തും. ഞങ്ങൾ പിടിച്ചിരുത്തിക്കോ, കുഴപ്പമില്ല. എന്റെ കഞ്ഞി കുടിക്കണത് ഇതാ ഇങ്ങനെയാണ്. ഒന്നെങ്കിൽ ഇതാ ഇങ്ങനെ കുഴക്കണം. വേണ്ട, ഞാൻ എടുത്തോളാം. ഇങ്ങനെ കുഴക്കണം. ഈ വക ഐറ്റംസ് ഒക്കെ ഇതിനകത്തോട്ട് ഇടണം. അച്ഛനെ കഞ്ഞി എങ്ങനെയുണ്ട്? അടിപൊളിയാണ് അച്ഛാ? രസമുണ്ടാ? ഈ കറി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ കറിയും കൂടി ഒഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത്. കുഴച്ചിട്ട് ഞാൻ നിൽക്കരെ എല്ലാം കൂടി ഇല്ല, ഇതെല്ലാം കൂടി മിക്സ് ആക്കട്ടെ. ഇനി ഒന്നും കൂടി മിക്സ് ആക്കട്ടെ. അച്ചാറൊക്കെ ഇങ്ങനെ ഞേരണ്ടി എല്ലാവർക്കും ഇതായിട്ട് ഇത് നോക്കിയേ. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. ആ അടിപൊളിയാ. ഇപ്പൊ ഒരു പിടി തന്നെ. ഇതാ എങ്ങനെയുണ്ട്? എന്തിനാണ് എല്ലാവർക്കും ബായി കൊടുക്കുക. ആർക്ക് കിട്ടിയില്ലെന്ന് പറയാൻ പാടില്ല. എന്തായാലും എനിക്ക് തീരുള്ളത് പാടുണ്ട്. എങ്ങനെയുണ്ട്? ദുഗൂന്നാ സെറ്റല്ലേ ദുഗു? അങ്ങനെ എല്ലാവർക്കും വാരി കൊടുക്കൽ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളെ കുഞ്ഞിത്തേലേക്ക് പോയിട്ടാ. നിങ്ങൾ നാത്തൂന് ഭയങ്കര നാത്തൂന് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നത്. നാത്തൂൻസ് കട്ടൻ ചായ വിത്ത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് അല്ലേ? മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്. അമ്മ, ആ മധുരക്കിഴങ്ങിന് പിന്നെ ഒരു കഥയില്ലേ അമ്മ? എനിക്കൊരു കഥയില്ലേ അമ്മേ? ഈ കഥ അല്ലാണ്ട് വേറൊരു കഥയുണ്ട്.
ഇത് നമ്മക്കറിയില്ല. മധുരക്കിഴങ്ങ് ഞാൻ മോട്ടിക്കാൻ പോയതാ സമയത്താത്തിന്റെ വീട്ടിൽ നിന്ന്. പണ്ട് 4 മണിക്ക് ദൂരദർശനില് സിനിമ 4 മണിക്കത്തെ സിനിമ അല്ലേ? അവര് മധുരക്കിഴങ്ങ് നട്ട് അപ്പുറത്തേക്കാണ്. അവിടെ പോയി ഇവളും ഡാഷും കൂടി എന്ന് പറയാം, പേര് പറയണ്ട. ഇവളും വേറൊരാളും കൂടി കൊച്ചു കൂട്ടുകാരിയും കൂടി രണ്ടാളും ഒരേ പ്രായം. ഞങ്ങൾ രണ്ടാളും ഒരേ പ്രായം. ഞങ്ങൾ 5 വയസ്സ് ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ഈ മധുരക്കിഴങ്ങ് പറിച്ച് അവര് കാണാണ്ട് അവർക്ക് 2 3 ഉണ്ടായിട്ടുള്ളൂ. അതാ പച്ച മധുരക്കിഴങ്ങ് പറിച്ച് ഞങ്ങ തിന്ന്. പക്ഷെ അവര് ലാസ്റ്റ് കൈയോടെ പൊക്കിയല്ലേ നമ്മളെ. ചെറുപ്രായത്തിലാട്ടാ, പണ്ടാണ്. ഇപ്പൊ എന്നല്ല. ഇന്ദ്രപ്പന്റെ പ്രായമായിട്ടുണ്ടാ അന്നേരം പറിച്ചിട്ട് തിന്നത്. അങ്ങനെയുണ്ട്. എനിക്ക് ഈ മധുരക്കിഴങ്ങ് കാണുമ്പോ എനിക്ക് ഒരു ഫീൽ ചെയ്യലാണ്, ഒരു കുറ്റബോധം. ചേട്ടറെ കൈക്ക് കാക്ക തൂറി എനിക്ക് കണ്ടന്റ് കിട്ടി. കണ്ടാട്ടെ കറക്റ്റ് ഞാൻ ഓണാക്കി വെച്ചേ എന്തെന്നാട്ടെ അടുത്ത് മൂത്തേക്കാന്ന്. കറക്റ്റ് നമ്മള് കഴിഞ്ഞ് പോകാന്ന് വിചാരിച്ചപ്പല്ലേ എനിക്ക് ചേട്ടക്ക് നല്ല സമയമാണ്. എക്സ്ക്യൂസ് മീ, കേക്ക തൂറിന്ന് കറുത്ത ഷർട്ടും ഒന്ന് തൂറിട്ട് ഇഷ്ടമേത്തേക്കാവുന്നു. പേക്കേം ചെയ്യും കാലമാട്ടെ. അങ്ങനെ തന്നെ വേണം. ഞാൻ ഇത്തിരി അകലം വലിച്ചടക്കണം നല്ലത്. കാക്കയില്ലേ പാറി തൂറിയേക്കണം. അളിയന് കൈ കൊടുക്കലല്ലേ ഏട്ടാ പറയാണ്ട്. അളിയന് കൈ കൊടുക്ക. കറക്റ്റ് ശാന്ത സുന്ദരമായി കിടക്കുന്ന പുഴ, അസ്തമയത്തിനായി കാത്തു നിൽക്കുന്ന സൂര്യൻ, എന്തിനു വേണ്ടി കിടക്കുന്ന സാമ്പാർ. സാമ്പാർന്ന് ലാസ്റ്റ് നമ്മളെ ചെറായി ബീച്ചിൽ വന്നിട്ടാണോ ഇവര് നമ്മളെ വേണ്ടാണ്ട് പോകുന്നേ? അതല്ലേ. അപ്പൊ ഇതിന്റെ എന്താണ് കാരണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇത് ഞങ്ങൾ തിരിഞ്ഞു പോയി നോക്കുന്നില്ല. അതാരും കൊറേ പോകുന്നുണ്ട് അങ്ങോട്ട്. കണ്ടാ ഈ ടീം അങ്ങോട്ട് പോവാണ്. ഇവിടെ നല്ല പാൻറ്റൊക്കെ ഉണ്ട്. അതാ ഏതെങ്കിലും ഇട്ടിട്ട് ഒന്ന് ഇറങ്ങിക്കോട്ടെ എനിക്ക്. എന്നിട്ട് ഇവിടെ തിരിച്ചു കൊടുത്താൽ മതി. ഇവിടെ കിടന്ന് ഉണങ്ങിക്കോളും. പാനിപ്പൂരി കഴിക്കണമെന്നല്ല നീ പറഞ്ഞേ. പാനിപ്പൂരി കഴിച്ചോ. കണ്ടാടി ഞങ്ങള് കണ്ടു പഠിക്കും. നീ ഒറ്റക്ക് കിടക്കണണ്ട. നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ട. പിന്നെ പോയി പിടിക്കുന്നുണ്ട്. അതാ അയാളൊക്കെ പിടിച്ചിട്ടാ. എനിക്ക് പിടിച്ചാള് മാറിപ്പോയി. നമ്മ ഇവിടെ ഇപ്പൊ എത്ര നേരം ഇങ്ങനെ നിക്കുന്നത് നോക്കിയേ. ഇവിടെ ഇരിക്കുകയാണ്. പോത്ത് പോലത്തെ ഇതുങ്ങൾ നിന്നിട്ട് പട്ടം പറത്തിക്കുന്നു. അല്ല ഇവരെ അല്ലാട്ടോ ഉദ്ദേശിച്ചത്, നമ്മളെ സാധനങ്ങളുണ്ട് അവിടെ. കണ്ടാ ആ പിള്ളേരെ അവിടെ വെറുതെ നിൽക്കുന്നു. പോത്ത് പോലെ ഐറ്റങ്ങളാണ് പട്ടം പറത്തിക്കണത്. ഇവിടെ എന്തോ പോകുന്ന ഒട്ടകപ്പുറത്ത് അല്ല ഒട്ടക പോകുന്ന ഒട്ടകം തന്നെ. കണ്ടാ നമുക്ക് പോയിരുന്നല്ലേ. ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്, അവരിങ്ങനെ പട്ടം പറത്തിക്കുകയാണ്. നമുക്ക് ഈ സമയം കൊണ്ട് 2 ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞാനായിട്ടായിട്ട് വാങ്ങാം. നമുക്ക് എന്നാലും കണ്ടാലോ ഇവരെ കാണിക്കാണ്ട് പോയി തിന്നണം. ഏതെങ്കിലും പോയി ഇവര് നമ്മളെ കാണാണ്ടാവുമ്പോ നമ്മളെ വിളിച്ചു. അതെ തന്നെ, നമുക്ക് അപ്പോഴേക്ക് തീർക്കത്ത് വരാം. നാട്ടിലോട്ട് തള്ളിയിട്ട് വരാം. പോകാന്ന് വിചാരിക്കും. പോകല്ലേ ഇങ്ങോട്ട് വന്ന് കേട്ടാ. ഐസ്ക്രീം തിന്നാന്ന് വിചാരിക്കുമ്പോക്കും ഷോർട്സിന്റെ കല്യാണം കഴിച്ചാലുള്ള കുഴപ്പം. ചേട്ടൻ തൊഴിയിട്ടോട്ടാ, മാറിക്കോട്ടാ. ചേട്ടനെ തൊഴിക്കും മിക്കാറും അത് എണീച്ചിട്ട്. ചേട്ടനെ തൊഴിക്കും. നല്ല ഹൈറ്റ് ഉണ്ട്. അയ്യപ്പൊക്കെ പുതിയ കാറിലൊന്ന് കേറിയിട്ട് പോകാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ. ഇത് മറ്റേ എല്ലാവർക്കും പിന്നെ നോക്കിയിട്ട് ചൂട് എന്ന് പറയണ പോലെയാണ്. ഇപ്പൊ വലിയൊരു സാധനമാണ് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചോണ്ടിരിക്കണത്. അത്രയും മൂല്യമുള്ള ഒരു സാധനം. എന്താണ് സാധനം അമ്മായി? അച്ഛൻ അന്വേഷിക്കാൻ അച്ഛനും ഉണ്ട്. ഇത് അച്ഛനാണ് കിട്ടണമെങ്കിൽ ഇന്ന് അച്ഛനൊന്ന് ചെലവാണെന്നാ പറഞ്ഞത്. എന്താ സാധനം എന്ന് വെച്ചാല് ഒരു ചെറുതിന്റെ കാതിലെന്റെ അടിപ്പത്തി പോയിട്ടുണ്ട്. അശ്വതിന്റെ മോള കമ്മലിന്റെ ബാക്കിലെ ശങ്കിരി പോയി. അതാണ് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്നത്. ഇവരിന്നലെ ഇവിടെ നല്ല ഓട്ടോ വരുന്നു. ചാറ പറ കയറുന്നു ഓടുന്നു ഇങ്ങനെ ഓട്ടോ വരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി തെറിച്ചു പോയതാണ്. ഇത് കിട്ടിയാൽ അച്ഛൻ ഓഫർ പറഞ്ഞുകൊണ്ട് അച്ഛൻ നല്ല ആത്മാർത്ഥമായിട്ടാണ്. അച്ഛാ ഇതിപ്പോ ഞാനാണ് കാണണമെങ്കിൽ അച്ഛനെ തന്നെ വിളിച്ച് കാണിച്ചു തരേണ്ടി വരും. അച്ഛാ നോക്ക്
ഞാനെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അച്ഛനെ വിളിക്കാം കേട്ടോ. അപ്പം അച്ഛന് സംഭവം ചെരുപ്പിൻ്റെ അടിയിൽ പണ്ട് എൻ്റെ കമ്മൽ പോയിട്ട് ഇതുപോലെ ചെരുപ്പിൻ്റെ അടിയിൽ നിന്നാണ് കിട്ടിയത് ശങ്കീരി അല്ലേ. അച്ഛൻ തന്നെ ചവിട്ടി നടന്ന് വർഷങ്ങളോളം നടന്നെന്ന് തോന്നുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്. ഒരു 3-5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ കമ്മൽ കിട്ടിയത് അല്ലേ. ശങ്കീരി ഇരിക്കണം. എന്നെ സഹായിക്കാൻ വേണ്ടി അമ്മ ഇറങ്ങിയിട്ടുണ്ട് നോക്കാൻ. അമ്മ ഇതങ്ങ അമ്മടെ കണ്ണിൽ അച്ഛൻ അല്ല അങ്ങനെയല്ല, അച്ഛൻ്റെ ഇപ്പൊ കരിമീനൊക്കെ മേടിക്കാൻ വേണ്ടി പോയാണ്. അപ്പൊ അമ്മക്കാണ് ഇത് പരിധിയായിട്ട് കിട്ടിയെങ്കിൽ ഉണ്ടല്ലോ, അമ്മ ഒന്ന് അച്ഛനെ കാണുക എവിടെയെങ്കിലും എടുത്ത് വെച്ചേക്ക്. അച്ഛനാണ് കണ്ടതെന്ന് പറഞ്ഞ അച്ഛൻ ഇന്ന് ചെലവാണ് അത് കിട്ടിയാല്. അതുകൊണ്ട് അത് കാണുക ഒന്ന് എടുത്ത് വെച്ചിട്ട് അതെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ. താങ്കൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. കള്ളക്കളിയുടെ കളിക്കാൻ പാടില്ല. ഇവിടെ മാത്രം അന്വേഷിച്ച് വന്നിട്ട് കാര്യമില്ല, എല്ലാ അലമാരിന്റെ അടിയിലൊക്കെ പോയിട്ടുണ്ടാവും ഇത്. അനൂപിന് കിട്ടിയ അനൂപ് എന്തായാലും വലിയ അച്ഛന് കൊടുക്കാണ്ടിരിക്കൂല. അശ്വതി ഓഫർ കൊടുത്ത് അശ്വതി പറഞ്ഞു വലിയച്ഛന് ഇത് കിട്ടിയാലേ വലിയച്ഛനെ കാര്യമായിട്ട് കാണുന്ന പറഞ്ഞു. എന്തേ അച്ഛനിന്നത് നീയല്ലേടി അച്ഛന് ഇങ്ങനത്തെ ഒരു പണി കൊടുത്തത്. വലിയച്ഛന് മുട്ടൻ പണിയാ കൊടുത്തേക്കണത്. അച്ഛനിന് കണ്ണൂര് എത്തിയാൽ തന്നെ ആയിരിക്കും ചിന്ത. ആ സാധനം കിട്ടിയില്ലല്ലോ. ഉഷേ കിട്ടിയാ ഉഷേ അങ്ങനെ ഇരിക്കാം. അച്ഛൻ ചോദിക്കല് കരിമീൻ മേടിക്കാൻ പോവാൻ നോക്കച്ച. അച്ഛൻ മതിയച്ച അങ്ങോട്ടൊന്നും പിള്ളേർ വന്നിട്ടില്ല കരിമീൻ മേടിക്കാൻ. രാത്രി ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അച്ഛന് കിട്ടണമെങ്കിൽ റൂമിന്റെ ഉള്ളില് കിട്ടിയാ അച്ഛനെ വിളിക്കുന്ന. കിട്ടിയിട്ടില്ല, സാധനം കിട്ടിയിട്ടില്ല. സാധനം പോയാ എന്തൊരു ഇടങ്ങേറാന്നറിയോ. കിട്ടല് പ്രത്യേകിച്ച് ഞാൻ വിചാരിച്ചത് ഇതെങ്ങാനും ഇത് കണ്ടപ്പോ കയ്യിലൊക്കടി. ഓ അച്ഛന് നഷ്ടം വന്ന് അടിച്ചു അച്ഛാ നഷ്ടം വന്ന് പോയി കിട്ടി. കിട്ടിയ പോലെ നിങ്ങൾക്ക് എന്തായാലും ചെലവ് കിട്ടല്ലോ. എന്തായാലും കിട്ടി. ടൈമിന് വന്ന് കിട്ടിയത് അച്ഛൻ ഐശ്വര്യാണ് എന്തായാലും. അല്ലെങ്കിൽ വീട് അടിച്ചു കൂടി മാറാത്തോളാണ്. ഇന്ന് തോന്നക്കര പഞ്ചായത്ത് മുഴുവൻ അടിച്ചു വാരി എന്നിട്ട് കിട്ടിയത്. നമ്മളതാ ചെമ്മീൻ ഒലുത്ത്. എവിടെ ചെന്നാലും ചെമ്മീനാണല്ലോ. നമ്മളെ വീട്ടിൽ ചെന്നാലും നമ്മളെ കവിഞ്ഞ എപ്പോഴും ചെമ്മീനാണ്. ചെമ്മീൻ മാത്രല്ല കേട്ടോ, ഞങ്ങൾക്ക് മീൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഐക്കൂറല്ലേ ഇത് എന്താടി ഇത്. ഓക്കെ മീൻപൊരി ഐക്കൂറ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ ചട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് അടിപൊളിയാക്കിയിരുന്നല്ലേ. സെറ്റാക്കിയാകളെ ചോറ് ഊറ്റല് സെറ്റായി. അപ്പൊ ഒറ്റ ഇതിലായല്ലേ. ഈ പാത്രം ഇല്ലാണ്ടാവൂലപ്പാ. എടുപ്പും ഇങ്ങനത്തെ അടുപ്പൊക്കെ നല്ല രസമല്ലേ. കത്തിയിട്ട് പുറത്തുള്ളൊരു സെറ്റപ്പാണ്. അതടിപൊളിയാ. ഇവിടെ നിന്ന് ഇങ്ങനെ ഊറ്റുകയും ചെയ്യാം, നമുക്ക് ഇതിങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇതിനോട് നിന്റെ നിർത്തിയേക്കണം കാവ നോക്കി ഒക്കെ. ചേട്ടനും ചേട്ടിയും 2 മക്കളും വല്യമ്മയുടെ മോൻ പിന്നെ അമ്മ ഒരു 5-6 പേര് കല്യാണത്തിന് വന്നിരുന്നു. നമ്മൾക്ക് പെണ്ണിനെ കാണാൻ അപ്പൊ അവിടെ ചെന്ന് രസം കണ്ട് ഒക്കെ പോന്നേക്കിട്ട. ആ പെണ്ണിനെ കാണാൻ നമ്മുടെ തരുമ്പോ ഞങ്ങൾ എല്ലാവരും വണക്കമേ അവിടെ പരത്തിടും. നമ്മൾ പണ്ടേ ഇങ്ങനെ തന്നെ കേട്ടാ. കുഞ്ഞിത്തേയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, അതായത് എൻ്റെ അമ്മൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഒന്നില്ലെങ്കിൽ രാത്രിയോ അല്ലെങ്കിൽ ഉച്ചക്കോ ഒക്കെ ഇതുപോലെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഥകൾ പറച്ചിലായിരിക്കും കേട്ടോ. ഭയങ്കര അതിപ്പോൾ എൻ്റെ അടുത്തൊന്നും മാത്രമല്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. നമ്മളെല്ലാവരും ഒന്നിച്ചങ്ങോട്ട് കൂടുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളും കഥകളും ഒക്കെ ഉണ്ടാവും. ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കണ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മനെ അച്ഛൻ പെണ്ണ് കാണാൻ വന്ന ആ ഒരു കഥയാട്ടോ. കല്യാണം നടക്കാനുണ്ടായ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അമ്മനെ അച്ഛൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ നമ്മളെ അമ്മാവനെ കണ്ടതിന് ശേഷമാണ് അച്ഛന്
പെണ്ണ് ഉറപ്പിച്ചോ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട് കേട്ടോ. കാരണം അളിയനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പെണ്ണിനേക്കാൾ കൂടുതൽ അളിയൻ ഇഷ്ടപ്പെട്ടെന്നാണ്. അപ്പോൾ ഇവർ അളിയൻസ് തമ്മിൽ ഇപ്പോഴും ആ ഒരു ബന്ധം എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ്റെ ആ ഒരു പ്രായത്തിലുള്ള ആ ഒരു അമ്മാവനെ അന്ന് അങ്ങനെയും കൂടി കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയൊക്കെ ആണ് ആ ഒരു ബന്ധത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടൻ എനിക്ക് മക്കളെ ഇതിനകത്ത് മിസ്സിങ് ആണ് കേട്ടോ. അല്ലെങ്കിൽ അവരും കൂടി ഉണ്ടാവട്ടെ കഥക്ക്. പക്ഷേ അവർക്ക് എറണാകുളം പോകാണ്ടായിട്ട് അവർ അങ്ങ് പോയി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടി തിരുത്തൂരേക്ക് പുറപ്പെട്ടു. നമ്മളെ ഈ റോഡ് നമ്മളിങ്ങനെ ഞാനും അനൂപ് നമ്മളെല്ലാവരും കൂടി ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കവറിൽ വെള്ളം നിറച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ റോട്ടിലൊക്കെ കൊണ്ടുവന്നിടും. അപ്പൊ കൊറേ എന്തിനാന്ന് വെച്ചാല് അന്ന് ചാരായം വന്നത് ആ പ്ലാസ്റ്റിക് കവറിലാന്ന്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിടും. എന്നിട്ട് ഞങ്ങൾ അവിടെ ജനലിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ ആരെങ്കിലും വയസ്സായ ആൾക്കാരൊക്കെ വരുമ്പോ പാവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് നോക്കിക്കൊണ്ട് മെല്ലെ എടുത്തിട്ട് അങ്ങ് പോവും. ഞങ്ങൾ അതോടുകൂടി ജയിച്ച്. അതായത് ഞങ്ങളെ ടാസ്ക് അല്ലേ കറക്റ്റ് ഒന്നും ചേർക്കണ്ട. വെറുതെ പച്ചവെള്ളം നിറച്ച് റബ്ബർ ബാൻഡ് ചുറ്റിട്ട് ഇട്ടാ മതി. ചാരായം നല്ല പട്ട ചാരായം മാറ്റി. എന്തുട്ടാ ഇത് അമ്മന്റെ നാടാണിത്. അമ്മയെല്ലാം ജനിച്ച് വളർന്ന് ഓടിക്കളിച്ച് നടന്ന അമ്മേന്റെ എല്ലാം നാട്. കണ്ടാ വന്നിട്ടാ ഇവിടെ അമ്മയെല്ലാം ഉണ്ടല്ലോ നമ്മളെ സോപ്പും പൊടിയില്ലേ ഇവിടെ എല്ലാം ഇരുന്നിട്ടില്ലേ. ഇവിടെ എല്ലാം നമ്മ ഇങ്ങനെ കാലിലെ നിലത്തോണ്ടിട്ട് ഇരുന്നിട്ട് സോപ്പ് പൊടി കലക്കിയിട്ട് മറ്റേ നമ്മളെ ബബിൾസ് ആക്കൂലേ കപ്പത്തോടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഊതുന്ന സംഭവം അതെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഊതിപ്പായിക്കും. അങ്ങനത്തെ നമ്മളെ അച്ഛൻ വിമ്മി പൊട്ടിട്ടാണ് ഇരിക്കണത്. അതിന് അച്ഛൻ ഇറങ്ങിക്കോട്ടെ. അച്ഛനൊന്ന് ഇറക്കി വിട്ടേ. ഓടിക്കോ. അച്ഛൻ ഇവിടെ എത്തിയിട്ട് പിന്നെ എങ്ങനെ ഒരു രക്ഷയില്ല. അച്ഛനെ ഇനി കാണുവാ നമ്മൾ. അച്ഛനെ ഇനി കാണൂല. അച്ഛൻ തോ പോണ് എവിടെങ്കിലും സൈഡാക്കിക്കോ. ഉണ്ണി മുതലാളി പോയി. ഉണ്ണി മുതലാളിനെ ഇനി രാത്രി 12 മണിക്ക് പ്രതീക്ഷിച്ചാ മതി. പോകാൻ നേരത്തെ അച്ചോ വിളിച്ചിട്ട് ഇനി കിട്ടൂല. ഇനിയിപ്പൊ ഒന്നും കിട്ടൂല അച്ഛൻ അമ്മാവന്റെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കണം. ഇത് വർത്താനൊക്കെ തുടങ്ങിയേ. അച്ഛന്റെ എന്താ പറയാ ചേട്ടതേ നടക്കുന്നു. അങ്ങനെ ചേട്ട പറഞ്ഞ പോലെ ഞങ്ങൾ വന്നതിൻ്റെ ലക്ഷ്യം ഞങ്ങൾ അമ്പലത്തിൽ ഞങ്ങൾ ദേവിനെ വന്ന് തൊഴുക എന്നുള്ളതായിരുന്നു കേട്ടോ. അത് മഹോത്സവത്തിൻ്റെ അന്ന്. അപ്പോൾ എന്തായാലും വന്നു, കണ്ണ് നിറഞ്ഞ് ദേവിനെ കണ്ട് തൊഴുതു ഞങ്ങൾ വീട്ടിലേക്ക്. അന്ന് രാത്രിയാണ് ഞങ്ങൾ മടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.